വെൽക്കം ടു ലെക്സ് ലെക്ചേഴ്സ്. നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്ന ടോപ്പിക്ക് അപ്പീലാണ്. അപ്പീൽ അണ്ടർ BNSS സെക്ഷൻ 435 ഓഫ് ദ സംഹിതയാണ് ഡീൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യമേ നോക്കാം. ഈ അപ്പീലിന്റെ ബിഹൈൻഡിൽ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ട്. ആ ബേസിക് പ്രിൻസിപ്പിൾ ഉള്ളത് സെക്ഷൻ 413 ഓഫ് ദ സംഹിതയിലാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു നിയമത്തിൽ അല്ലെങ്കിൽ BNSS ഒരു ക്രിമിനൽ കോർട്ടിന്റെ ഓർഡറിൽ നിന്ന് അല്ലെങ്കിൽ ജഡ്ജ്മെന്റിൽ നിന്ന് അപ്പീൽ പോവാം എന്ന് എക്സ്പ്രസ്ലി പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ അപ്പീൽ പോകാൻ വേണ്ടി സാധിക്കത്തില്ല. നമ്മുടെ BNSSന്റെ അകത്ത് അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരു നിയമത്തിന്റെ അകത്ത് എക്സ്പ്രസ്ലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ക്രിമിനൽ കോർട്ടിന്റെ ഓർഡറിൽ നിന്ന് അല്ലെങ്കിൽ ജഡ്ജ്മെന്റിൽ നിന്ന് അപ്പീൽ പോവാം എന്ന് എക്സ്പ്രസ്ലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അപ്പീൽ പോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഓക്കെ, എക്സ്പ്രസ്ലി പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പീൽ പോകാൻ സാധിക്കത്തില്ല. അപ്പൊ ഇവിടെ നമ്മുടെ റൈറ്റ് ടു അപ്പീൽ എന്ന് പറയുന്നത് ഒരു ഇൻഹറന്റ് റൈറ്റ് അല്ല. ദാറ്റ് മീൻസ് ഒരു ഓട്ടോമാറ്റിക് റൈറ്റ് അല്ല. ഏതെങ്കിലും ഒരു നിയമത്തിൽ അത് എക്സ്പ്രസ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ റൈറ്റ് എക്സസൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് നോക്കാം കേസസ് വെയർ നോ അപ്പീൽ ലൈസ്. സെക്ഷൻ 416 ആൻഡ് 417 ഓഫ് ദ സംഹിത. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമുക്ക് അപ്പീൽ പോകാൻ വേണ്ടി സാധിക്കാത്തത്? ഇപ്പോൾ എന്താണ്, ഒരു അക്യൂസ്ഡ് ആണെങ്കിൽ ഗിൽറ്റി പ്ലീഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഒരു ഹൈക്കോർട്ട് കൺവിക്ട് ചെയ്യുവാണെങ്കിൽ അവിടെ അപ്പീൽ പോകാൻ വേണ്ടി സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഒരു അക്യൂസ്ഡ് ഗിൽറ്റി പ്ലീഡ് ചെയ്തു, എന്നിട്ടാണെങ്കിൽ ഒരു സെക്ഷൻസ് കോർട്ട് അല്ലെങ്കിൽ മജിസ്ട്രേറ്റോ ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ അദ്ദേഹത്തിനെ കൺവിക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെന്റൻസിനെതിരെ നമുക്ക് അപ്പീൽ പോകാൻ വേണ്ടി സാധിക്കത്തില്ല. പക്ഷെ ഈ കേസിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മുടെ സെക്ഷൻസ് കോർട്ടോ മജിസ്ട്രേറ്റോ ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ പാസ് ചെയ്യുന്ന ഒരു സെന്റൻസിന്റെ ലീഗാലിറ്റിയോ എക്സ്റ്റെന്റിനോ എതിരെയായിട്ട് നമുക്ക് അപ്പീൽ പോകാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഹൈക്കോർട്ട് അവാർഡ് ചെയ്യുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഇംപ്രിസ്മെന്റ് നോട്ട് എക്സീഡിങ് 3 months ഓർ ഫൈൻ നോട്ട് എക്സീഡിങ് 1000 ഓർ ബോത്ത് ആണെങ്കിൽ ഈ സാഹചര്യത്തിൽ നമുക്ക് അപ്പീൽ പോകാൻ വേണ്ടി സാധിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ സെക്ഷൻസ് കോർട്ട് അവാർഡ് ചെയ്യുന്നത് ഇംപ്രിസ്മെന്റ് നോട്ട് എക്സീഡിങ് 3 months ഓർ ഫൈൻ നോട്ട് എക്സീഡിങ് 200 ഓർ ബോത്ത് ആണെങ്കിലും ഈ സാഹചര്യത്തിൽ നമുക്ക് അപ്പീൽ പോകാൻ വേണ്ടി സാധിക്കത്തില്ല. ഇപ്പൊ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അവാർഡ് ചെയ്യുന്ന ഫൈന് നോട്ട് എക്സീഡിങ് 100 ആണെങ്കിലും ഇവിടെയും അപ്പീൽ പോകാൻ വേണ്ടി സാധിക്കത്തില്ല. മജിസ്ട്രേറ്റ് വിത്ത് സമ്മറി ട്രയൽ പവേഴ്സ് ഒരു സമ്മറി ട്രയൽ പവർ ഉള്ള ഒരു മജിസ്ട്രേറ്റ് ആണെങ്കിൽ ഒരു അവാർഡ് ഓഫ് ഫൈന് നോട്ട് എക്സീഡിങ് 200 പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും അപ്പീൽ പോകാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പൊ നമുക്ക് നോക്കാം എവിടെയൊക്കെയാണ് അപ്പീൽ പോവാൻ സാധിക്കുന്നത്. നമ്മളപ്പോ തൊട്ട് മുന്നേ 417 ആൻഡ് 60 പറഞ്ഞു, 417 ആൻഡ് 460 പറഞ്ഞു അപ്പീൽ എവിടെയൊക്കെ പോകാൻ പറ്റത്തില്ലെന്ന്. അപ്പം നമുക്കിനി നോക്കാം അപ്പീൽ ഏതൊക്കെ സാഹചര്യത്തിൽ പോവാൻ സാധിക്കുമെന്ന്. ഇപ്പൊ ഈ 417 പ്രകാരമുള്ള ഒരു സെന്റൻസിന്റെ കൂടത്തിൽ ഒരു പണിഷ്മെന്റ് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് അപ്പീൽ പോകും. ഈ 417 ഒരു സെന്റൻസ് ഉണ്ട്, ആ സെന്റൻസിന്റെ കൂടെ ഒരു പണിഷ്മെന്റും കൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് അപ്പീൽ പോകാം. പക്ഷെ ഈ സെന്റൻസിന്റെ കൂടത്തിൽ ഈ താഴെ പറഞ്ഞിരിക്കുന്ന പണിഷ്മെന്റ് ആണ് കമ്പൈൻ ചെയ്യുന്നെങ്കിൽ അവിടെ നമുക്ക് അപ്പീൽ പോകാൻ വേണ്ടി സാധിക്കത്തില്ല. ദാറ്റ് മീൻസ് സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് പീസ് ഈസ് ഓർഡർ ആൻഡ് ഇംപ്രിസ്മെന്റ് ഇൻ ഡിഫാൾട്ട് ഓഫ് ഫൈൻ ഈസ് ഡയറക്റ്റഡ്. ഇപ്പൊ മജിസ്ട്രേറ്റ് ആണെങ്കിൽ സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് പീസ് ഓർഡർ ചെയ്തു, അല്ലെങ്കിൽ എന്താണ് ഫൈൻ പേ ചെയ്യാത്തോണ്ട് ഇംപ്രിസ്മെന്റ് ഓർഡർ ചെയ്തു. അപ്പൊ ഇങ്ങനെ രണ്ട് പണിഷ്മെന്റ് ആണ് ഈ 417 കീഴിൽ വരുന്ന സെന്റൻസിന്റെ കൂടത്തിൽ കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് അപ്പീൽ പോകാൻ വേണ്ടി സാധിക്കത്തില്ല. ബാക്കി 417 കീഴിലുള്ള ഒരു സെന്റൻസിന്റെ കൂട്ടത്തിൽ പണിഷ്മെന്റ് വേറെ ഏതെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന പണിഷ്മെന്റ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു പണിഷ്മെന്റ് ആണ് കമ്പൈൻ ചെയ്യുന്നെങ്കിൽ അവിടെ നമുക്ക് അപ്പീൽ പോകാൻ വേണ്ടി സാധിക്കും. ഇവിടെ നോക്കുന്നത് അപ്പീൽ എഗനിസ്റ്റ് കൺവെൻഷൻ ആണ്. അപ്പീൽ ടു ദ സുപ്രീം കോർട്ട് ആദ്യമേ നോക്കാം. സെക്ഷൻ 415 ഓഫ് ദ സംഹിത. ഇപ്പൊ ഹൈക്കോർട്ട് ഒരു കൺവെൻഷൻ ഓർഡർ പാസ് ചെയ്യുവാണെങ്കിൽ അതിനെതിരെയായിട്ട് സുപ്രീം കോർട്ടിലേക്ക് അപ്പീൽ പോകാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഹൈക്കോർട്ട് ആണെങ്കിൽ ഒരു ഓർഡർ ഓഫ് അക്വിറ്റൽ റിവേഴ്സ് ചെയ്തിട്ട്
ആ സ്ഥാനത്ത് ഡെത്ത് സെന്റൻസ് പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെയും നമുക്ക് സുപ്രീം കോർട്ടിലേക്ക് അപ്പീൽ പോകാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഹൈക്കോർട്ട് ആണെങ്കിൽ ഒരു സബോർഡിനേറ്റ് കോർട്ടിൽ ട്രയലിന് വേണ്ടി നിൽക്കുന്ന ഒരു കേസ് വിഡ്രോ ചെയ്തിട്ട് ഹൈക്കോർട്ട് ആ കേസിൽ ട്രയൽ കണ്ടക്ട് ചെയ്തിട്ട് അവിടെ ഒരു ഡെത്ത് സെന്റൻസ് പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെയും സുപ്രീം കോർട്ടിലേക്ക് അപ്പീൽ പോകാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സുപ്രീം കോർട്ടിലേക്ക് അപ്പീൽ പോകാൻ വേണ്ടി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കേസ് ആണെങ്കിൽ അവിടെയും നമുക്ക് സുപ്രീം കോർട്ടിലേക്ക് അപ്പീൽ പോകാൻ വേണ്ടി സാധിക്കും. പിന്നെ നമ്മുടെ ഹൈക്കോർട്ട് ആണെങ്കിൽ ഒരു ഓർഡർ ഓഫ് അക്വിറ്റൽ റിവേഴ്സ് ചെയ്തിട്ട് ആ സ്ഥാനത്ത് ഒരു ഡെത്ത് സെന്റൻസ് അല്ലെങ്കിൽ ഇംപ്രിസ്മെന്റ് ഫോർ മോർ ദാൻ 10 years പാസ് ചെയ്യുവാണെങ്കിൽ ഇവിടെയും അപ്പീൽ ടു ദ സുപ്രീം കോർട്ട് പറ്റും. അപ്പം നമുക്കിനി അടുത്തത് അപ്പീൽ ടു ഹൈക്കോർട്ട് നോക്കാം. ഇപ്പം നമ്മുടെ സെക്ഷൻ ജഡ്ജ് അല്ലെങ്കിൽ അഡീഷണൽ സെക്ഷൻ ജഡ്ജ് ഒരു ഇംപ്രിസ്മെന്റ് ഓഫ് മോർ ദാൻ 7 years അവാർഡ് ചെയ്യുകയാണെങ്കിൽ ആ കൺവെൻഷനെതിരെയായിട്ട് നമുക്ക് ഹൈക്കോർട്ടിലേക്ക് അപ്പീൽ പോകാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തത് അപ്പീൽ ടു സെക്ഷൻസ് കോർട്ട്. സെക്ഷൻസ് കോർട്ടിലേക്ക് അപ്പീൽ അവൈലബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ ബൈ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്, ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ്, അസിസ്റ്റന്റ് സെക്ഷൻ ജഡ്ജ്, ഇത്രയും ആൾക്കാർ പാസ് ചെയ്യുന്ന കൺവെൻഷന്. അതുപോലെ തന്നെ സെക്ഷൻ 417 കീഴിലുള്ള സെന്റൻസിനെതിരെയായിട്ട് സെക്ഷൻസ് കോർട്ടിലേക്ക് അപ്പീൽ പോവാം. അതുപോലെ തന്നെ സെക്ഷൻ 401 പ്രകാരമുള്ള ഓർഡേഴ്സ്, ദാറ്റ് മീൻസ് പ്രൊബേഷൻ ഓർഡർ, ദാറ്റ് മീൻസ് ഇപ്പം നമ്മൾ അക്യൂസ്ഡിനെ ആണെങ്കിൽ പണീഷ് ചെയ്യാതെ ഗുഡ് ബിഹേവിയർ പാലിച്ചോണം എന്നും പറഞ്ഞുകൊണ്ട് പ്രൊബേഷൻ പീരീഡിൽ വിടത്തില്ലേ, അങ്ങനെയുള്ള ഓർഡേഴ്സ് അല്ലെങ്കിൽ ഒരു വാർണിംഗ് കൊടുത്തിട്ട് അദ്ദേഹത്തിനെ റിലീസ് ചെയ്യുകയില്ല, അങ്ങനെയുള്ള അബ്ഡമിനേഷൻ, ഈ ഉള്ള സാഹചര്യങ്ങളിലൊക്കെ എന്താണ് സെക്ഷൻസ് കോർട്ടിലേക്ക് ഒരു അപ്പീൽ പോകാൻ വേണ്ടി സാധിക്കും. അപ്പം സെക്ഷൻസ് കോർട്ടിലേക്ക് അപ്പീൽ പോകാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എപ്പോഴൊക്കെയാണ്? കൺവെൻഷൻ ബൈ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്, ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ്, അസിസ്റ്റന്റ് സെക്ഷൻ ജഡ്ജ്, സെക്ഷൻ 417 പ്രകാരമുള്ള ഒരു സെന്റൻസിന് എഗനിസ്റ്റ് ആയിട്ട്, 401 പ്രകാരമുള്ള ഒരു ഓർഡറിന് എഗനിസ്റ്റ് ആയിട്ട്. ഇനി അടുത്താണ് അപ്പീൽ എഗനിസ്റ്റ് അക്വറ്റൽ. സെക്ഷൻ 410 ഓഫ് ദ സംഹിത. ഒരു അക്വറ്റലിന്റെ ഓർഡറിന് എഗനിസ്റ്റ് ആയിട്ട് അപ്പീൽ എപ്പോഴാണ് പെർമിറ്റഡ് ആയിട്ടുള്ളതെന്ന്. ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് ഒരു സെക്ഷൻസ് കോർട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്പീൽ പോവാം ഒരു അക്വിറ്റലിന് എഗനിസ്റ്റ് ആയിട്ട്. ദാറ്റ് മീൻസ് ഒരു പോലീസ് റിപ്പോർട്ടിന്റെ ബേസിസിലാണ് ഒരു കേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയത്. ബട്ട് ആ കേസിൽ മജിസ്ട്രേറ്റ് ഒരു ഓർഡർ ഓഫ് അക്വിറ്റൽ ആണ് പാസ് ചെയ്തത്. ആ സാഹചര്യത്തിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് ഡയറക്റ്റ് ആയിട്ട് സെക്ഷൻസ് കോർട്ടിലേക്ക് അപ്പീൽ പോകാൻ വേണ്ടി സാധിക്കും ഈ ഓർഡർ ഓഫ് അക്വിറ്റലിന് എഗനിസ്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു അക്വിറ്റൽ ഓർഡറിന് എഗനിസ്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഹൈക്കോർട്ടിലേക്ക് അപ്പീൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറയുന്ന എന്താണ്? അക്വിറ്റലിനെതിരെ അപ്പീൽ പോകാൻ പറ്റുന്ന സാഹചര്യങ്ങൾ. പക്ഷെ അക്വിറ്റലിനെതിരെ അപ്പീൽ പോവാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എപ്പോഴൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഹൈക്കോർട്ട് അക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെക്ഷൻസ് കോർട്ട് ഒരു റിവിഷനിൽ അക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെക്ഷൻസ് കോർട്ട് ഒരു അപ്പീലിൽ ഒരു അക്വിറ്റൽ കൺഫേം ചെയ്യുകയാണെങ്കിൽ ഈ സാഹചര്യത്തിൽ അപ്പീൽ പോകാൻ വേണ്ടി സാധിക്കത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിന് അപ്പീൽ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ മോളിൽ പറഞ്ഞ സാഹചര്യത്തിൽ അപ്പീൽ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ വിതിൻ 6 months ഹൈക്കോർട്ടിന്റെ ലീവ് അക്വയർ ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് ഹൈക്കോർട്ടിന്റെ പെർമിഷൻ എടുത്തിരിക്കണം വിതിൻ 6 months. അതുപോലെ തന്നെ നമ്മുടെ പോലീസ് റിപ്പോർട്ടിന്റെ ബേസിസിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്ന കേസസിൽ വിക്ടിമിന് റൈറ്റ് ടു അപ്പീൽ ഇല്ല എന്നാണ് നാദിർ ഖാൻ വേഴ്സസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് പറയുന്നത്. പിന്നെ പ്രൈവറ്റ് കംപ്ലൈന്റ് കേസസ് ആണെങ്കിൽ ഈ പ്രൈവറ്റ് കംപ്ലൈന്റ് കേസസിൻ്റെ അകത്ത് നമ്മുടെ അക്യൂസ്ഡിനെ അക്വിറ്റ് ചെയ്യുകയാണ്. അപ്പം ഈ അക്വിറ്റൽ ഓർഡറിനെതിരായിട്ട് നമ്മുടെ കംപ്ലൈനന്റിന് ഒരു അപ്പീൽ പോകാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഇവിടെയും എന്താണ്? വിതിൻ 16 days ഹൈക്കോർട്ടിന്റെ ലീവ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് ഹൈക്കോർട്ടിന്റെ പെർമിഷൻ ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. ഇനി അടുത്തത് പെറ്റീഷൻ ഓഫ് അപ്പീൽ. എങ്ങനെയാണ് ഒരു അപ്പീൽ ഫയൽ ചെയ്യുന്നത്? നമ്മുടെ അപ്പീൽ എന്ന് പറഞ്ഞാൽ റൈറ്റിങ്ങിലായിരിക്കണം. അതുപോലെ തന്നെ
അപ്പീലന്റ് അല്ലെങ്കിൽ പ്ലീഡർ അത് സൈൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ജഡ്ജ്മെന്റിന്റെ ഒരു കോപ്പിയും ഉണ്ടായിരിക്കണം. ഇപ്പൊ ജയിലിലുള്ള ഒരു ഇൻമേറ്റ് ആണ് അപ്പീലിന് പോകുന്നതെങ്കിൽ നമ്മുടെ ജയിൽ ഓഫീസർ ആയിരിക്കും അപ്പീലേറ്റ് കോർട്ടിലേക്ക് ഈ അപ്പീൽ സബ്മിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇനി നോക്കുന്നത് നമ്മൾ പവർ ഓഫ് ദ അപ്പീലേറ്റ് കോർട്ട് ആണ്. നമ്മുടെ അപ്പീലേറ്റ് കോർട്ടിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫീഷ്യന്റ് ഗ്രൗണ്ട്സ് ഇല്ലെങ്കിൽ അപ്പീൽ ഡിസ്മിസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പം ഒരു ഓർഡർ ഓഫ് അക്വിറ്റൽ നിന്നാണ് ഒരു അപ്പീൽ വന്നതെങ്കിൽ നമ്മുടെ അപ്പീലേറ്റ് കോർട്ടിന് ഒന്നെങ്കിൽ ആ അക്വിറ്റൽ ഓർഡർ റിവേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ റീട്രയലിന് വേണ്ടി ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ ഇൻക്വയറിക്ക് വേണ്ടി ഓർഡർ ചെയ്യാം. ഇപ്പം നമ്മുടെ അക്യൂസ്ഡ് ആണെങ്കിൽ ഗിൽറ്റി ആണെന്ന് പ്രൂവ് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ കൺവിക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു സെന്റൻസ് പാസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഓർഡർ ഓഫ് കൺവിൻഷനിൽ നിന്നാണ് ഒരു അപ്പീൽ വരുന്നതെങ്കിൽ ഇവിടെ എന്താണ്, ഒന്നെങ്കിൽ അക്യൂസ്ഡിനെ അക്വിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അക്യൂസ്ഡിനെ ഡിസ്ചാർജ് ചെയ്യാം, റീട്രയലിന് വേണ്ടി ഓർഡർ ചെയ്യാം, സെന്റൻസ് മോഡിഫൈ ചെയ്യാനോ മെയിൻറ്റെയിൻ ചെയ്യാനോ നമ്മുടെ അപ്പീലേറ്റ് കോർട്ടിന് പവർ ഉണ്ട്. ഇപ്പൊ നമ്മുടെ സെന്റൻസ് ആണെങ്കിൽ എൻഹാൻസ് ചെയ്യണമെങ്കിൽ, ദാറ്റ് മീൻസ് ഇപ്പൊ 1 വർഷം കൊടുത്ത സെന്റൻസ് 10 വർഷം, അതിനാണ് എൻഹാൻസ്മെന്റ്, ഇച്ചിലൂടെ ഗ്രേറ്റർ സെന്റൻസ് കൊടുക്കുന്നത്. അങ്ങനെ സെന്റൻസ് എൻഹാൻസ് ചെയ്യണമെങ്കിൽ അവിടെ സെന്റൻസ് എൻഹാൻസ്മെന്റിന് അപ്പീൽ വന്നാൽ മാത്രമേ സെന്റൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ സെന്റൻസ് എൻഹാൻസ് ചെയ്യാനുള്ള പവർ അപ്പീലേറ്റ് കോർട്ടിന് ഇല്ല. ഇപ്പോൾ ഒരു എൻഹാൻസ്മെന്റിന് വേണ്ടിയാണ് അപ്പീൽ വരുന്നതെങ്കിൽ സെന്റൻസ് എൻഹാൻസ് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെന്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ റീട്രയലിന് വേണ്ടി ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അക്യൂസ്ഡ് ആണെങ്കിൽ അക്യൂസ്ഡിനെ ഒന്നെങ്കിൽ അക്വിറ്റ് ചെയ്യാം, പോസിബിൾ ആണെങ്കിൽ അക്വിറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ അപ്പീലേറ്റ് കോർട്ടിന്റെ പവർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഇൻഅഡ്വക്കേറ്റ് സെന്റൻസിനെതിരെയായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് അപ്പീൽ പോകാൻ പറ്റുന്ന സാഹചര്യങ്ങൾ സെക്ഷൻ 418 ഓഫ് ദ സംഹിതയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇപ്പോൾ ഒരു സെന്റൻസ് വളരെ ലൈറ്റർ ആയിട്ടുള്ള സെന്റൻസ്, വളരെ ലീനിയന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിനെ ആ സെന്റൻസിനെതിരെ അപ്പീൽ പോകാൻ വേണ്ടി ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഒരു മജിസ്ട്രേറ്റ് ആണ് സെന്റൻസ് പാസ് ചെയ്യുന്നെങ്കിൽ സെക്ഷൻസ് കോർട്ടിലേക്കായിരിക്കും അപ്പീൽ പോകുന്നത്. ബാക്കിയുള്ള എല്ലാ സാഹചര്യത്തിലും അപ്പീൽ പോകുന്ന ഹൈക്കോർട്ടിലേക്കായിരിക്കും. ഇപ്പോൾ ഒരു സെന്റൻസ് എൻഹാൻസ് ചെയ്യണമെങ്കിൽ അക്യൂസ്ഡിന് ഒരു ഓപ്പർച്യൂണിറ്റി ടു ഷോ കോസ് കൊടുത്തതിന് ശേഷം മാത്രമേ സെന്റൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ, ഇങ്ങനെ ഒരു അപ്പീൽ വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ CBI അല്ലെങ്കിൽ സെൻട്രൽ ഏജൻസീസ് ആണ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്നെങ്കിൽ ആ സാഹചര്യത്തിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് അപ്പീൽ ഡയറക്റ്റ്ലി പോകാൻ വേണ്ടി സാധിക്കും. നമ്മുടെ CBI അല്ലെങ്കിൽ സെൻട്രൽ ഏജൻസീസ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ. ഇനി അടുത്തത് നോക്കുന്നത് ബെയിൽ ഡ്യൂറിങ് അപ്പീലാണ്. സെക്ഷൻ 413 ഓഫ് ദ സംഹിതയാണ്. ഇപ്പം നമ്മുടെ അപ്പീലന്റ് ആണെങ്കിൽ അപ്പീൽ പോകണം എന്നുള്ള ഒരു ഇന്റൻഷൻ കാണിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൺവിക്ട് ചെയ്ത ആ കോർട്ടിന് അദ്ദേഹത്തിനെ ബെയിലിൽ റിലീസ് ചെയ്യാം. പക്ഷെ 2 കണ്ടീഷൻ ഉണ്ട്. അദ്ദേഹത്തിന് ഇമ്പോസ് ചെയ്തിരിക്കുന്ന സെന്റൻസ് എന്ന് പറയുന്നത് 3 ഇയേഴ്സിൽ കൂടുതൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അദ്ദേഹം ഓൾറെഡി ബെയിലായിരിക്കണം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഒഫൻസ് പണിഷബിൾ വിത്ത് ബെയിലബിൾ ഒഫൻസ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇദ്ദേഹം പണിഷബിൾ ആയിട്ടുള്ള ആ ഒഫൻസ് എന്ന് പറയുന്നത് ബെയിലബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹം ഓൾറെഡി ബെയിലും ആയിരുന്നിരിക്കണം. 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ അദ്ദേഹം സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ ഈ അപ്പീല് പോകാൻ വേണ്ടി ഇന്റൻഷൻ കാണിച്ചു കഴിഞ്ഞാൽ കോർട്ട് ഓഫ് കൺവിൻഷന് അദ്ദേഹത്തിനെ ബെയിലിൽ വിടാൻ സാധിക്കത്തുള്ളൂ. ആ 2 സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇമ്പോസ് ചെയ്ത സെന്റൻസ് എന്ന് പറഞ്ഞാൽ 3 ഇയർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം ഓൾറെഡി ബെയിലായിരിക്കണം, അതുപോലെ തന്നെ ആ ഒഫൻസ് എന്ന് പറയുന്നത് ബെയിലബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ അദ്ദേഹം ബെയിലും ആയിരിക്കണം. ഈ 2 കണ്ടീഷൻസ് അദ്ദേഹം മീറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ അപ്പീലേറ്റ് കോർട്ടിന് ഒരു സെന്റൻസ് സസ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ അദ്ദേഹത്തിനെ ബെയിലിൽ റിലീസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് റിലീസ് ചെയ്യാനുമുള്ള പവർ ഉണ്ട്. ഇങ്ങനെ ഇദ്ദേഹത്തിന് ഒരു അപ്പീലിന്റെ പീരീഡ് ബെയിൽ ഗ്രാന്റ് ചെയ്തിട്ട് റിലീസ് ചെയ്യുവാണെങ്കിൽ ആ ഇംപ്രസ്മെന്റ് സസ്പെൻഡഡ് ആയിട്ട് ഡീം ചെയ്യും. അപ്പം ഇത്രയുമാണ് നമ്മുടെ അപ്പീലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ്. അപ്പം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ലെക്സ് ലെക്ചേഴ്സ് ഫോർ മോർ ലീഗൽ അപ്ഡേറ്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.